വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമാകുന്ന പെരിയാർ വാലി ജലസേചന പദ്ധതി നാശത്തിന്റെ വക്കിൽ. സംരക്ഷണ ഭിത്തികൾ ബലപ്പെടുത്തി മാലിന്യങ്ങളും മറ്റും നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കാത്തത് മൂലം പല സ്ഥലങ്ങളിലും കനാലുകൾ തകർച്ചയുടെ വക്കിലാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമാകുന്ന പെരിയാർ വാലി ജലസേചന പദ്ധതി നാശത്തിന്റെ വക്കിൽ. മധ്യ കേരളത്തിലെ കാർഷിക മേഖലയുടെ കുതിപ്പിന് കരുത്തു പകരുന്ന ഏറ്റവും വലിയ ജലസേചന പദ്ധതികളിലൊന്നാണ് പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ട്. സംരക്ഷണ ഭിത്തികൾ ബലപ്പെടുത്തി മാലിന്യങ്ങളും മറ്റും നീക്കി നീരൊഴുക്ക് സുഗമമാക്കാത്തത് മൂലം പല സ്ഥലങ്ങളിലും കനാലുകൾ തകർച്ചയുടെ വക്കിലാണ്. പെരിയാർ വാലിയുടെ കനാലിൽ വെള്ളം തുറന്നുവിടുന്ന പ്രദേശത്തു നിന്നും ആരംഭിച്ച് അവസാനിക്കുന്ന സ്ഥലം വരെ കനാലിൽ മുഴുവൻ മാലിന്യങ്ങളും അടിഞ്ഞുകൂടുകയാണ്. ഇതുമൂലം പ്രദേശങ്ങളിൽ ദുർഗന്ധവും അനുഭവപ്പെടുന്നുണ്ട്. അടവ് മാലിന്യങ്ങൾ മുതൽ അടുക്കള മാലിന്യങ്ങൾ വരെ ഇരുട്ടിന്റെ മറവിൽ പലപ്പോഴും കനാലുകളിലാണ് തള്ളുന്നത്. കഴിഞ്ഞ ദിവസം കനാലിൽ രാസമാലിന്യം ഒഴുക്കിയതിനെ തുടർന്ന് കനാൽ വെള്ളത്തിന് നിറമാറ്റമുണ്ടായി. സ്കൂൾ അവധിയും വേനൽ ചൂടും കാരണം നിരവധി കുട്ടികളാണ് കനാൽ വെള്ളത്തിൽ കുളിക്കാനായി എത്തുന്നത്. വേനൽ കനക്കുന്നതോടെ താൽക്കാലിക അറ്റകുറ്റപ്പണികൾ നടത്തി വെള്ളം തുറന്നുവിടുകയാണ് പതിവ്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളെയും ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങളെയും ഹരിതാഭമാക്കുന്നതിൽ പെരിയാർ വാലി പദ്ധതി വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ്. കൃഷിക്ക് പുറമെ വേനൽക്കാലത്ത് കിണറുകളിലെയും മറ്റ് ജലാശയങ്ങളിലെയും ജലനിരപ്പ് നിലനിർത്താനും പല നഗരസഭകളിലേക്കും പഞ്ചായത്തുകളിലേക്കുമുള്ള കുടിവെള്ള പദ്ധതികളും ഈ കനാലുകളെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. കനാലുകൾ സജീവമാകുന്നതോടെ പ്രദേശത്തെ ഭൂഗർഭ ജലവിധാനം ഉയരുകയും വേനൽക്കാലത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാവുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.